വിജനമായ ചെറിയൊരു വനമെന്ന് തോന്നിക്കുന്ന ആ കാട്ടുപാതയിലൂടെ ശ്രുതിയുടെ കൈകളും പിടിച്ച് ത്രിലോക് ഓടുകയാണ്. പെട്ടെന്നാണ് അവരെ നനച്ചുകൊണ്ട് ഇടിയും മഴയും ഭൂമിയിലേക്ക് പെയ്തു തുടങ്ങിയത്. ഇരുവരും ആ മഴയിൽ നനഞ്ഞു കുളിച്ചു. ത്രിലോക് പതിയെ ശ്രുതിയെ നോക്കിയതും വിറയ്ക്കുന്ന മിഴികളാലെ തന്നെ തന്നെ നോക്കുന്നവളെയാണ് അവൻ കണ്ടത്. ശക്തമായ മഴയും കാറ്റും അവരുടെ മുന്നോട്ടുള്ള പോക്ക് അല്പം ബുദ്ധിമുട്ടിച്ചെങ്കിലും നേരം ഇരുട്ടിയാൽ ഇവിടെ നിൽക്കുന്ന അപകടമാണെന്ന് മനസ്സിലാക്കി അവളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ആൾപ്പാർപ്പിടമുള്ള സ്ഥലം നോക്കി ഓടുകയായിരുന്നു ത്രിലോക്. ത്രിലോകിൻ്റെ ഒപ്പം എത്തുവാൻ ശ്രുതി നന്നേ കഷ്ടപ്പെട്ടു. എങ്കിലും നേരത്തെ കണ്ട ആ കൊലപാതകം ഓർത്തപ്പോൾ തന്നെ ശ്രുതിയുടെ ക്ഷീണമെല്ലാം എങ്ങോട്ടോ പമ്പ കടന്നു. അവൻ പിടിച്ച കൈകളിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ച് അവൻ്റെ ഒപ്പം എത്തുവാൻ അവൾ ഓടിക്കൊണ്ടിരുന്നു. ഇനിയും ഓടിയാൽ താൻ മരിച്ചു പോകുമെന്ന് ശ്രുതിക്ക് തോന്നി. അത്രയും അവശയായി പോയിരുന്നു അവൾ. പെട്ടെന്നാണ് ത്രിലോക് അവിടെ നിന്നത്. അവൻ നിൽക്കുവാൻ കാരണം ശ്രുതി നടത്തത്തിൻ്റെ വേഗത കുറച്ചതാണ്. എന്താ എന്താ നിന്നത്? വേഗം വേഗം നടക്കാൻ നോക്ക്. ഇല്ല ഇല്ല, എന്നെക്കൊണ്ട് ഇനി ഒരു അടി പോലും നടക്കുവാൻ പറ്റില്ല. ഞാൻ അത്രയും ക്ഷീണിതയാണ്. അവളുടെ തളർന്നു വാടിയ മുഖവും അവസ്ഥയും കണ്ടപ്പോൾ ത്രിലോകിന് പാവം തോന്നി. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നി ത്രിലോക് ശ്രുതിയോടായി പറഞ്ഞു. നോക്ക്, നമ്മളിപ്പോൾ ഇവിടെ നിന്നാൽ മരണത്തിലേക്കായിരിക്കും നമ്മൾ രണ്ടുപേരും പോവുക. വേണമെങ്കിൽ നിന്നെ തനിച്ചാക്കി പോകാം എനിക്ക്. പക്ഷെ ഞാൻ അത്രയും ചീപ്പല്ല. അതുകൊണ്ട് നിന്നെക്കൊണ്ടാവുന്ന രീതിയിൽ വേഗം നടക്ക്. എന്തായാലും അല്പം കൂടി നടന്നാൽ ചിലപ്പോൾ മെയിൻ റോഡ് കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൂഗിൾ മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. വാ, കമോൺ, ഗെറ്റപ്പ്. ത്രിലോക് അങ്ങനെ പറഞ്ഞതും പിന്നെ ശ്രുതിക്ക് മറ്റു വഴികളില്ലായിരുന്നു. അവൻ്റെ കൈകളിൽ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് വിറയ്ക്കുന്ന കാലടികളോടുകൂടി അവൾ മുന്നോട്ട് നടന്നു. അറിയാതെ അവൻ്റെ കൈ അവളുടെ ഷോൾഡറിലൂടെ ചേർത്ത് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. അവനെ ആ സമയം തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും ഇറുകെ പിടിച്ചിരുന്നു ശ്രുതിയും. ദൂരെ നിന്നും അവർ നടന്നു വരുമ്പോൾ തന്നെ മെയിൻ റോഡ് കാണാമായിരുന്നു. ആശ്വാസത്തോടെ പരസ്പരം രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. മെയിൻ റോഡിലേക്ക് കടന്നതും മനസ്സിലായി അതൊരു ചെറിയൊരു ഗ്രാമമാണ്. വികസനമൊന്നും എത്തിയിട്ടില്ല എന്ന് കണ്ടാൽ തന്നെ അറിയാം. ഏകദേശം ഒരു ഉൾനാടൻ ഗ്രാമം. കുറച്ച് ആളുകളെ കണ്ടതും അവർക്ക് സമാധാനമായി. അവർ പതിയെ മുന്നോട്ട് നടക്കുവാൻ ഒരുങ്ങിയതും ശ്രുതി ഒന്ന് വേച്ച് വീഴാൻ പോയി. പെട്ടെന്നാണ് ത്രിലോക് ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത്. ശ്രദ്ധിക്ക്, എവിടെ നോക്കി നടക്കുന്നത്? ശാസനയോടെയുള്ള ചോദ്യത്തിൽ അവളൊന്ന് വിരണ്ടു. സോറി, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. തല താഴ്ത്തിക്കൊണ്ട് ശ്രുതി അവനോട് പറഞ്ഞു. വാ, നടക്ക്. അവളുടെ കയ്യും പിടിച്ച് അവൻ മുന്നിൽ കാണുന്ന ഒരു ഓടിട്ട ഹോട്ടലിലേക്ക് കയറി. കണ്ടാൽ തന്നെ അറിയാം പുരാവസ്തുവാണ് ഹോട്ടലെന്ന്. ഒരു വഷളം ചിരിയോടെ വെറ്റിലയും ചോദിച്ചിരിക്കുന്ന ഒരു 45നോട് പ്രായം തോന്നിക്കുന്ന ഒരുവൻ തന്നെയും ശ്രുതിയെയും ഒഴിഞ്ഞു നോക്കുന്നത് കണ്ടതും ത്രിലോകിനാകെ വിറഞ്ഞു കയറി. പക്ഷെ ആ സമയം സന്ദർഭം നല്ലതല്ലാത്തത് കൊണ്ട് അവനൊന്നും മിണ്ടിയില്ല. എക്സ്ക്യൂസ് മീ, ഈസ് ദെയർ എനി റൂം അവൈലബിൾ ഹിയർ? അവൻ്റെ ചോദ്യത്തിന് വെറ്റിലയും ചുണ്ണാമ്പും കഴിച്ച് ചുവന്ന ചുണ്ടുകളും പല്ലുകളും കാണിച്ച് ചിരിച്ചുകൊണ്ട് അയാൾ ത്രിലോകിനോട് പറഞ്ഞു. ഇംഗ്ലീഷ് തെരിയാതെ തമിഴ് തെരിയുമോ എനക്ക്? തെരിയും. ആ, അപ്പം എന്നതാ നേരത്തെ ചൊല്ലിയത്? എനിക്ക് പുരിയതില്ലേ? അത് വന്ന് ഇങ്ക റൂം വല്ലതും കിടക്കുമോ എന്ന് അവൻ തനിക്കറിയാവുന്ന തമിഴിൽ അയാളോടായി പറഞ്ഞു. അയാൾ ത്രിലോകിനെയും ശ്രുതിയെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. നീങ്ക ഹസ്ബൻഡ് വൈഫ് താനേ? അയാളുടെ ചോദ്യത്തിൽ ത്രിലോക് ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, ഹസ്ബൻഡ് വൈഫാണ്. ഇത് കേട്ടതും ശ്രുതി ഒന്ന് ഞെട്ടി. അവൾ പതിയെ കണ്ണുകൾ ഉയർത്തി ത്രിലോകിനെ ഒന്ന് നോക്കി. പക്ഷെ അപ്പോഴും ത്രിലോക് മുന്നിൽ നിൽക്കുന്ന തമിഴനോട് സംസാരിക്കുകയായിരുന്നു. ഓക്കെ സാർ, ഇത് താൻ രജിസ്റ്റർ. ഉങ്ങളുടെ പേര് അഡ്രസ്സ് എല്ലാം ഇതിൽ എഴുതിടുങ്കോ. അയാൾ അങ്ങനെ പറഞ്ഞതും ത്രിലോക് വേഗം പേര് വാങ്ങി അയാൾ തൻ്റെ നേർക്ക് നീട്ടിയ രജിസ്റ്ററിൽ തൻ്റെ പേരും അഡ്രസ്സും എഴുതി. ഈ സമയമെല്ലാം ആ തമിഴൻ്റെ കണ്ണുകൾ ശ്രുതിയുടെ ശരീരത്തിൽ ആകെ ഓടി നടക്കുകയായിരുന്നു. നേരത്തെ മഴ നനഞ്ഞതുകൊണ്ട് അവളുടെ ഡ്രസ്സെല്ലാം ശരീരത്തിലേക്ക് പറ്റിച്ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. ക്ഷീണവും തളർച്ചയും കാരണം ശ്രുതി ഇതൊന്നും ശ്രദ്ധിക്കുന്ന കൂടിയില്ലായിരുന്നു. ഏതോ ഒരു ഉൾപ്രേരണയിൽ മുന്നോട്ട് നോക്കിയ ത്രിലോക് കാണുന്നത് മറ്റെവിടേക്കോ നോക്കി നിൽക്കുന്ന ആ തമിഴനെയാണ്. അയാൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയ ത്രിലോക് പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റുകയും ശ്രുതിക്ക് മറയാൻ നിൽക്കുകയും ചെയ്തു. തൻ്റെ നയനസുഖത്തിന് ഭംഗം വരുത്തിയ ആളെ നോക്കിയ ആ തമിഴ് ഒന്ന് ഞെട്ടിപ്പോയി. മുഖമെല്ലാം വലിഞ്ഞു മുറുകി കണ്ണുകളെല്ലാം ചുവന്ന് തന്നെ കൊല്ലാനുള്ള പകത്ത് നിൽക്കുന്ന ത്രിലോകിനെ കണ്ടതും അയാളൊന്ന് വിരണ്ടു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അയാൾ അവനെ നോക്കി ഒരു വഷളം ചിരിച്ചിരിച്ചുകൊണ്ട് വേഗം താക്കോലെടുക്കുവാൻ സ്റ്റോർ റൂമിലേക്ക് കയറിപ്പോയി. അയാൾ പോയതും ത്രിലോക് തൻ്റെ ഓവർകോട്ട് ഊരി ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. തളർച്ചയോടെ ചുമരിച്ചാരി നിൽക്കുകയാണ് ശ്രുതി. കണ്ണുകൾ ഇടയ്ക്ക് അടഞ്ഞു പോകുന്നുണ്ട്. എടോ കണ്ണു തുറക്ക്. ആ, എന്താ സാർ, റൂം കിട്ടിയോ? ആ, റൂമൊക്കെ കിട്ടി. ദാ ഈ കോട്ട് എടുത്തിട്. അയ്യോ വേണ്ട സാർ, നിന്നോട് ഞാൻ ഇങ്ങോട്ട് അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ഇടടി ഇത്. അവൻ അല്പം ഒച്ച ഉയർത്തി പറഞ്ഞതും ശ്രുതി പേടിച്ച് വേഗം അവൻ്റെ കയ്യിൽ നിന്നും ഓവർകോട്ട് വാങ്ങി. സത്യത്തിൽ അപ്പോഴാണ് ശ്രുതി അവളുടെ കോലം കാണുന്നത്. തളർച്ചയും ക്ഷീണം കൊണ്ട് തൻ്റെ കോലം എന്താണെന്ന് പോലും താൻ മറന്നുപോയ ഒരു കുറ്റബോധം അവൾക്കപ്പോൾ തോന്നി.
തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ ഒരു ജെന്റിൽമാൻ ആണെന്ന് അവൾക്ക് ഈ സമയം കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു. ഭഗവാൻ തുണ, അതുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തെ കണ്ടുമുട്ടുവാൻ എനിക്ക് സാധിച്ചത്. വാ പോകാം. അവൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. രണ്ടുപേരും നടന്നകലുന്നത് വല്ലാത്തൊരു നോട്ടത്തോടെ ആ തമിഴ് അപ്പോഴും നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ അയാൾ ഫോണെടുത്ത് ആരെയോ വിളിക്കാൻ തുടങ്ങി. ആ സമയം റൂം തുറന്ന് അകത്ത് കയറിയതും രണ്ടുപേർക്കും അല്പം ആശ്വാസം തോന്നി. കാരണം അത്യാവശ്യം വൃത്തിയോടുള്ള മുറിയാണത്. രണ്ടുപേരും അകത്ത് കയറിയതും ത്രിലോക് വേഗം കതക് ചേർത്തടച്ചു. ശ്രുതി മുറി മുഴുവൻ നിരീക്ഷിക്കുന്ന തിരക്കിൽ വാതിലടയുന്ന ശബ്ദം കേട്ടവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ശ്രുതി നോക്കുമ്പോൾ കാണുന്നത് വാതിൽ ചേർത്തടയ്ക്കുന്ന ത്രിലോകിനെയാണ്. സത്യത്തിൽ അവൾ ഒന്ന് ഭയന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, എത്രയൊക്കെ ജെന്റിൽമാൻ ആണെങ്കിലും ഒരു ഭയമുണ്ട് ശ്രുതിക്ക്. കാരണം തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ ഒട്ടും പരിചയമില്ല. ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള പരിചയമേ ഉള്ളൂ. പല ചിന്തകളിലും ഉഴറി താൻ അടച്ച വാതിലിലേക്ക് നോക്കി നിൽക്കുന്ന ശ്രുതിയെയാണ് ത്രിലോക് കതകടച്ച് തിരിയുമ്പോൾ കാണുന്നത്. അവൻ തൻ്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവളോടായി ചോദിച്ചു, വാട്ട്? ആ സ്വഭാവത്തിലേക്ക് വന്ന ശ്രുതി ഞെട്ടിക്കൊണ്ട് തല വിലങ്ങനെ ആട്ടിക്കൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല. ഈ സമയമാണ് ത്രിലോക് ശ്രുതിയുടെ വസ്ത്രം ശ്രദ്ധിക്കുന്നത്. മഴ നനഞ്ഞതുകൊണ്ട് ആകെ നനഞ്ഞൊട്ടിയാണ് നിൽക്കുന്നത്. തൻ്റെ അവസ്ഥയും മറിച്ചല്ല, പക്ഷെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇനി വല്ല അസുഖവും വന്നാൽ അതും എൻ്റെ തലയിലാകും. ത്രിലോക് അല്പസമയം കണ്ണുകളടച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. എടോ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ത്രിലോക് ശ്രുതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അയ്യോ, എന്നെ തനിച്ചാക്കി പോകലേ, എനിക്ക് പേടിയാകും. പേടി കൊണ്ടാണെന്ന് തോന്നും. ശ്രുതിയുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞിരുന്നു. ഞാൻ അതിന് തന്നെ ഉപേക്ഷിച്ചിട്ടല്ല പോകുന്നത്. ഇതാ ഈ ലോഡ്ജിൻ്റെ നേരെ താഴെ 1-2 കടകൾ കണ്ടു. നനഞ്ഞു നിൽക്കുകയല്ലേ, ഞാനും താനും പോയി നോക്കട്ടെ വല്ല വസ്ത്രം കിട്ടുമോ എന്ന്. എന്നാൽ ഞാനും വരട്ടെ. എനിക്കെന്തോ ഇവിടെ തനിച്ച് നിൽക്കാൻ പേടിയാകുന്നു. ഈ കോലത്തിലോ? ശ്രുതി സത്യത്തിൽ അപ്പോഴാണ് തൻ്റെ ശരീരത്തിലേക്ക് നോക്കുന്നത്. ഓവർകോട്ട് അത് തൻ്റെ മുട്ടുവരെ ഉണ്ട്. തനിക്ക് നീളം കുറവായതുകൊണ്ടാണ് അത് അത്രയെങ്കിലും ഉള്ളത്. പിന്നെ കാലിന് താഴോട്ട് എല്ലാം നനഞ്ഞൊട്ടിയാണ് നിൽക്കുന്നത്. ഈ കോലത്തിൽ എന്തായാലും താഴേക്ക് പോയാൽ ശരിയാകില്ല എന്ന് ശ്രുതിക്കും തോന്നി. ശ്രുതി ഒന്നും പറയുന്നില്ല എന്ന് കണ്ടത് ത്രിലോക് അവളോടായി പറഞ്ഞു. എന്തായാലും താൻ ഇവിടെ നിന്നേ പറ്റൂ. ഡോർ അടച്ച് കുറ്റിയിട്ടേക്ക്. ഞാൻ വന്ന് വിളിച്ചാൽ മാത്രമേ കതക് തുറക്കാൻ പാടുള്ളൂ. യു ഗോട്ട് ഇറ്റ്? ത്രിലോക് അങ്ങനെ പറഞ്ഞു ശ്രുതി വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. പുറത്തെത്തിയതും ത്രിലോകിനെ റോഡിലുള്ള ആളുകളെല്ലാം അത്ഭുത ജീവിയെപ്പോലെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവനെപ്പോലെ ഒത്ത ഹൈറ്റും നിറവും അതിനൊത്ത ബോഡിയും വില കൂടിയ വസ്ത്രം ധരിച്ച ആളുകൾ ഒന്നും ആ നാട്ടിൽ തന്നെ ഇല്ലായിരുന്നു. എന്തുകൊണ്ടോ ആ നാട്ടുകാരുടെ ചൂഴ്ന്നുള്ള നോട്ടം ത്രിലോകിന് വല്ലാതെ അരോചകമായി തോന്നി. എന്താണെന്നറിയില്ല, പുറത്തെ റോഡിൽ നിൽക്കുമ്പോൾ ത്രിലോകിൻ്റെ നെഞ്ചാകെ പടപട മിടിക്കുന്നുണ്ടായിരുന്നു. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. കട്ടിൻ്റെ ഹെഡ്രസ് ചാഞ്ഞിരുന്നു കൊണ്ട് ശ്രുതി കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. പേടിച്ചിട്ട് അവളുടെ ഇരു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ട്. ഇനി എന്ത്? അച്ഛനും മുത്തശ്ശിയുമെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമോ തന്നെ കാണാതെയായത്? പുറത്തെ പ്രശ്നങ്ങളെല്ലാം ഓർത്തതും അവൾക്കാകെ തല പെരുക്കുന്നത് പോലെ തോന്നി. എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ശ്രുതി കാണുന്നത് വാതിലിൻ്റെ മുകളിലായിട്ടുള്ള വിൻഡോ ഗ്ലാസ് തുറന്ന് ഒരു കൈ അകത്തേക്ക് ഇട്ടുകൊണ്ട് വാതിലിൻ്റെ കൊളുത്ത് തുറക്കുന്ന ആരെയോ ആണ്. ആ കാഴ്ച കണ്ടതും അവളുടെ ശരീരമാകെ വിറയ്ക്കുവാൻ തുടങ്ങി. ആരോ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഡോറിൻ്റെ കൊളുത്ത് കൈവച്ച് താഴ്ത്തിയതും 3 പേർ അകത്തേക്ക് വന്നതും ഒരേ സമയമായിരുന്നു. അതിലൊരുവൻ നേരത്തെ ഈ ലോഡ്ജിൻ്റെ മുന്നിൽ നിന്ന് തങ്ങളെ നോക്കി ഒരു വഷളം ചിരിച്ചിരിച്ച വ്യക്തിയാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. 3 പേരുടെ വൃത്തികെട്ട നോട്ടം കണ്ടതും അവൾക്ക് തൻ്റെ ശരീരത്തിലൂടെ 1000 പുഴുക്കൾ ഇഴയുന്നത് പോലെയാണ് തോന്നിയത്. പേടികൊണ്ട് ആ കുഞ്ഞു ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ അവരോട് ചോദിച്ചു, എന്താ നിങ്ങളിവിടെ? പുറത്തേക്ക് ഇറങ്ങാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? അതിന് ആ മാനേജർ അവളോടായി പറഞ്ഞു, നിന്റെ ഭർത്താവ് പുറത്തേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടു. ആ സമയം നോക്കി ഇങ്ങോട്ടേക്ക് വന്നതാ ഞങ്ങൾ. എനിക്കറിയാം നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്നുമല്ല എന്ന്. ഞാനത് ചോദിച്ചപ്പോൾ നിങ്ങൾ നേരത്തെ പരിങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ ഇരുവരും എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ആ കാര്യം നീ ഞങ്ങൾക്കൊപ്പം ചെയ്താൽ മതി. നീ സഹകരിച്ചാൽ പെട്ടെന്ന് കഴിയും. ഇല്ലെങ്കിൽ നിന്നെയും നിന്റെ കൂടെ വന്നവനെയും ഞങ്ങൾ ഇവിടെ ഇട്ട് കൊന്നു കുഴിച്ചുമുടും. എന്ത് പറയുന്നു തങ്കം, സമ്മതമല്ലേ? സത്യത്തിൽ അവർ പറയുന്ന ഭാഷ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവരുടെ നോട്ടവും തൻ്റെ അടുക്കലേക്കുള്ള വരവും കണ്ടപ്പോൾ തന്നെ ശ്രുതി പേടിയിലൊന്ന് അലറിക്കൊണ്ട് എവിടെ നിന്നോ കിട്ടിയ ശക്തിയിൽ അവരെ പിടിച്ച് തള്ളി പുറത്തേക്കോടി. വാതിലിൻ്റെ കട്ടളപ്പടിയിൽ വരെ ശ്രുതിയുടെ കാലെത്തിയതും അതിനു മുന്നേ ആ ക്യാഷിലിരുന്ന ആ തമിഴൻ അവളുടെ മുടിയെ പിടിച്ച് ശ്രുതി അകത്തേക്ക് തന്നെ വലിച്ചു. ആ വിടാനല്ലേ പറഞ്ഞത്? കൂട്ടത്തിലുള്ള 2 പേർ ചേർന്ന് അവളെ എടുത്ത് കട്ടിലേക്ക് കിടത്തി. അപ്പോഴും ശ്രുതി കിടന്ന് അലറുകയും അവനിൽ നിന്ന് തൻ്റെ പിടിവിടുവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ആ 3 ഘടാഘടിയന്മാരോട് എതിർത്ത് നിൽക്കുവാൻ ആ കുഞ്ഞു ശരീരത്തിന് സാധിച്ചില്ല. തൻ്റെ മരണം അടുത്തു എന്ന് ശ്രുതി ഉറപ്പിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും തൻ്റെ രക്ഷകനായി വന്നവനെ മാത്രം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ടു. ഷർട്ടിൻ്റെ ബട്ടൺസുകൾ അയച്ച് തൻ്റെ ശരീരത്തിലേക്ക് അമരുവാൻ ഒരുങ്ങുന്ന ആ തമിഴിനെ ശ്രുതി കണ്ടതും അവൾ കണ്ണുകൾ ഇറുകിയടച്ചു. എന്തോ ഒരു വലിയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ശ്രുതി സംഹാരരുദ്രനായി നിൽക്കുന്ന ത്രിലോകിനെയാണ് കാണുന്നത്. അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖവും
ചുവന്ന കണ്ണുകളും കണ്ടതും ശ്രുതി പോലും ഒന്ന് ഭയന്നു പോയി. പക്ഷെ ആ സമയം അവളിൽ ആ കരച്ചിലിനിടയിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ആരാണെന്ന് പോലും ചിന്തിക്കാതെ അവൾ ഓടിപ്പോയി അവനെ പുറകിലൂടെ പുണർന്നു. ഈ സമയം ആ തമിഴ് ത്രിലോകന്റെ കാലിനടിയിൽ കിടന്ന് ഒരു തുള്ളി ശ്വാസത്തിന് വേണ്ടി പിടയുന്നുണ്ടായിരുന്നു. തൻ്റെ ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവളുടെ വിറയലിൽ നിന്ന് തന്നെ ത്രിലോകിന് മനസ്സിലായി അവൾ എത്രത്തോളം ഭയന്നിട്ടുണ്ടെന്ന്. മറ്റൊന്നും ചിന്തിക്കാതെ ത്രിലോക് ശ്രുതിയുടെ കൈ പിടിച്ച് മുന്നിലേക്ക് വലിച്ച് ശ്രുതിയെ ഇറുകെ കെട്ടിപ്പുണർന്നു. സുരക്ഷിതമായ കൈകളിൽ എത്തിച്ചേർന്നതുപോലെ ശ്രുതി പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. ഇറ്റ്സ് ഓക്കെ ബേബി ഗേൾ, ഞാൻ വന്നില്ലേ. താഴെ കിടക്കുന്നവൻ ശ്വാസം കിട്ടാതെ അലറിക്കരയുന്നത് അവനൊരു ഉന്മാദിയെപ്പോലെ നോക്കി നിന്നു. ആ സമയം ശ്വാസം കിട്ടാതെ തൻ്റെ കാൽച്ചുവട്ടി കിടന്ന് പിടയുന്നവൻ്റെ മുഖത്തേക്ക് വന്യതയാർന്ന പുഞ്ചിരിയോടെ ത്രിലോക് നോക്കി നിന്നു. ഈ സമയമാണ് ത്രിലോക് നേരത്തെ അടിച്ചിട്ടവന്മാരിൽ രണ്ടുപേരും നിലത്ത് നിന്ന് എഴുന്നേറ്റ് ഓടി വന്ന് ത്രിലോകിനെ പുറത്തു നോക്കി ചവിട്ടിയത്. നിലയ്ക്കാത്ത ചവിട്ടായതുകൊണ്ട് ത്രിലോക് ഒന്ന് മുന്നോട്ട് വേച്ചുപോയി. അപ്പോഴും അവൻ്റെ കൈക്കുള്ളിൽ ശ്രുതി ഭദ്രമായിരുന്നു. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ തൻ്റെ കൈക്കുള്ളിലായി വിങ്ങിപ്പൊട്ടി കരയുന്ന ശ്രുതിയെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി ത്രിലോക്. വാടാ. കൈകൊണ്ട് ആക്ഷൻ കാട്ടിയാണ് ത്രിലോക് അങ്ങനെ പറഞ്ഞത്. കേൾക്കേണ്ട താമസം കൂട്ടത്തിലുള്ള ഒരുവൻ ത്രിലോകിന്റെ അടുത്തേക്ക് അടിക്കുവാൻ പാഞ്ഞു വന്നതും ത്രിലോകിന്റെ ശക്തമായ ചവിട്ടിൽ അവൻ തെറിച്ച് ജനൽ വഴി നേരെ പുറത്തേക്ക് വീണുപോയി. ജനൽ പൊളിച്ചുകൊണ്ട് ഒരുവൻ റോഡിലേക്ക് മുകളിൽ നിന്ന് വീഴുന്നതാണ് താഴെയുള്ള നാട്ടുകാർ കാണുന്നത്. ത്രിലോകിന്റെ ശ്രദ്ധ താഴെ കിടക്കുന്ന തമിഴനിലാണെന്ന് മനസ്സിലാക്കിയ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരുവൻ അവനെ വന്യമായി ഒന്ന് നോക്കി തൻ്റെ പരിക്കേറ്റ വലത് കൈ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് വായിലെ ചോര തുപ്പിക്കളഞ്ഞ് അവൻ താഴേക്ക് മുടന്തി ഇറങ്ങി ഓടി. ഈ സമയം തമിഴന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഇരു കവളും അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു ത്രിലോക്. ത്രിലോകിന്റെ ഇരുമ്പ് പോലത്തെ കൈകൊണ്ടുള്ള അടിയിൽ ആ തമിഴൻ ശവത്തിന് തുല്യമായി മാറിപ്പോയി. ത്രിലോക് അയാളെ പിടിച്ച് തള്ളിയതും അയാൾ നിലത്തേക്ക് മലർന്നു വീണു. എന്നിട്ടും ദേഷ്യം തീരാതെ ത്രിലോക് തൊട്ടടുത്തുണ്ടായിരുന്ന മരത്തിന്റെ ചെയറെടുത്ത് ആ തമിഴന്റെ രണ്ട് കാലും അടിച്ചൊടിച്ചു. എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദം കേട്ടതും ശ്രുതി അറിയാതെ തന്നെ തൻ്റെ ഇരു ചെവികളും പൊത്തിപ്പിടിച്ചു പോയി. വേദന കൊണ്ടുള്ള അയാളുടെ അലർച്ച ആ പഴയ കെട്ടിടത്തെ പോലും പ്രകമ്പനം കൊള്ളിച്ചു. ഹൗ ഡെയർ യു ടച്ച് ഹർ? ക്രോധം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവും അവൻ്റെ ഇംഗ്ലീഷിലുള്ള തെറിയും കേട്ടതും അബോധാവസ്ഥയിൽ അയാളുടെ ശരീരം ഒന്ന് വിറച്ചുപോയി. പെട്ടെന്നാണ് ത്രിലോകിന് തമിഴിൻ്റെ കൂടെയുള്ള മറ്റവനെക്കുറിച്ച് ഓർമ്മ വന്നത്. അയാളെ അവൻ അവിടെ എല്ലാം തിരഞ്ഞു. ഡാമിറ്റ്, രക്ഷപ്പെട്ടു പിച്ച്. അപ്പോഴും ദേഷ്യത്തിൽ വിറകൊള്ളുന്നുണ്ടായിരുന്നു ത്രിലോകിന്റെ സംഹാര താണ്ഡവം കണ്ട് ശ്രുതി പേടിച്ച് വിറച്ചുപോയി. താഴെ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കിയ ത്രിലോകും ശ്രുതിയും കാണുന്നത് നാട്ടുകാരിൽ ചിലരും ഒപ്പം പോലീസും ഈ ലോഡ്ജ് ലക്ഷ്യമാക്കി നടന്നു വരുന്നതാണ്. കൂട്ടത്തിൽ താൻ നേരത്തെ അടിച്ച തമിഴന്റെ കൂടെ വന്നവനും ഉണ്ടെന്ന് ത്രിലോകിന് മനസ്സിലായി. ഒരു നിമിഷം ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ശ്രുതിയുടെ മുഖത്ത് ഇനി എന്ത് എന്ന് ആലോചിച്ചുള്ള പേടിയാണെങ്കിൽ ത്രിലോകിന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് ശ്രുതിക്ക് പോലും നിർവചിക്കാൻ സാധിച്ചില്ല. അകത്തേക്ക് കയറിയ പോലീസ് ഇഞ്ചപരുവമായി കിടക്കുന്ന തമിഴനെ മറ്റവനെയും കണ്ട് തരിച്ചുപോയി. കാരണം അത്രയും പരിതാപകരമായിരുന്നു അവൻ്റെ അവസ്ഥ. നീ ആരാ നട നിന്റെ വിചാരം? ഏതോ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവന്ന് മുറിയെടുത്ത് കൂടിയ ഞങ്ങളാരും അറിയില്ല എന്ന് കരുതിയോ? ഇമ്മോറ ട്രാഫിക് ഇപ്പോൾ തന്നെ പിടിച്ച് രണ്ടിനെ അകത്തിട്. കാണോടാ നിനക്ക്? എന്ത് നോക്കി നിൽക്കുവാടോ? രണ്ടിനെയും തൂക്കിയെടുത്ത് ജീപ്പിലിട്. നാട്ടുകാരുടെ ഇടയിൽ ആളാകുവാൻ വേണ്ടി SI വളരെ മോശമായിട്ടാണ് ത്രിലോകിനോട് സംസാരിച്ചത്. അയാൾ ത്രിലോകിന് നേരെ കൈ ചൂണ്ടി മറ്റെന്തോ പറയാൻ ഒരുങ്ങിയതും ത്രിലോക് അയാൾക്ക് നേരെ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് അയാളോടായി പറഞ്ഞു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അത് ഇത്ര ചോദിക്കാൻ എന്തുണ്ട്? ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും സാറിന് മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഒന്നുകൂടെ പറയാം. ഇമ്മോറ ട്രാഫിക്. ഒരു പുച്ഛത്തോടെ SI ത്രിലോകിനോട് പറഞ്ഞു. അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും സത്യത്തിൽ SI ഒന്ന് ഞെട്ടിപ്പോയി. കാരണം അയാൾ കരുത് അവൻ പേടിച്ച് വിറയ്ക്കുമെന്നാണ്. പക്ഷെ അയാളുടെ കണക്കുകൂട്ട തെറ്റിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തൊരു വിജയച്ചിരിയാണ് അയാൾക്ക് കാണുവാൻ സാധിച്ചത്. അതും കൂടി കണ്ടതും ആ SIക്കാകെ വിറഞ്ഞു കയറി. അയാൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു, ആളെ കളിയാക്കുന്നോടാ? നിമിഷ നേരം കൊണ്ടാണ് ത്രിലോകിന്റെ മുഖഭാവം മാറിയത്. കൈയെടുക്കണം മിസ്റ്റർ. തന്നോടല്ലേടോ കൈയെടുക്കാൻ പറഞ്ഞത്? അവൻ്റെ അലർച്ചയിലും വലിഞ്ഞു മുറുകിയ മുഖഭാവം കണ്ടതും SI താനെ അവൻ്റെ ഷർട്ടിൽ നിന്നും കൈകളെടുത്തു. നിനക്കെന്നെ ശരിക്കും അറിയില്ല. പോലീസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാടാ. സ്റ്റേഷനിൽ എത്തിക്കോട്ടെ. ഈ SI മുരുകേശൻ എന്താണെന്ന് നീ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇമ്മോറ ട്രാഫിക് പിടിച്ചു കഴിഞ്ഞാൽ നീ എന്തേ ഇവളും പിന്നെ പുറം ലോകം കാണില്ല. എന്തായാലും ഒരു കിളുന്ത് പെണ്ണിനെ തന്നെ നിനക്ക് കിട്ടിയല്ലോ. ഇവർ നിന്നെ ചോദ്യം ചെയ്യാൻ വന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും നേരവണ്ണം നടന്നിട്ടുണ്ടാവില്ല അല്ലേ? നിനക്ക് യോഗമില്ല. എന്തായാലും കുഴപ്പമില്ല. പോലീസ് സ്റ്റേഷനിലേക്കല്ലേ രണ്ടും വരുന്നത്. ഇവളുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. അയാളുടെ വഷളം ചുവയോടെയുള്ള സംസാരവും കാമം കത്തുന്നുള്ള നോട്ടവും കണ്ടതും ത്രിലോകിന് തൻ്റെ ക്ഷമയുടെ എല്ലാ സിമകളും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം നാട്ടുകാരിൽ ചിലർക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അവർ നോക്കുമ്പോൾ ചുമരിനോട് ചേർന്ന് നിലത്തേക്ക് ഇടിച്ചുയർന്നിരുന്നു പോയ SI മുരുകേശനെയാണ് കാണുന്നത്. പിറകിൽ നിൽക്കുന്ന ശ്രുതിയെ തൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്തി അവളുടെ ഷോൾഡറിലൂടെ കൈകൾ ചേർത്ത് പിടിച്ച് അവൻ അലറിക്കൊണ്ട് പറഞ്ഞു, ഷീ ഈസ് മൈ വൈഫ് യു ബ്ലഡി ബീച്ച്. ഇവളെൻ്റെ ഭാര്യയാടാ.
ഈ ത്രിലോകിന്റെ സ്വന്തം. ഇവളെക്കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ. ത്രിലോകിന്റെ മുഖത്ത് വിടരുന്ന വന്യതയാർന്ന പുഞ്ചിരി കണ്ടതും അവന്റെ മുഖഭാവത്തിലും നോട്ടത്തിലും അയാളൊന്ന് പതറി. ഈ സമയം അവൻ ചാർത്തിയ താലിയും സിന്ദൂരവും അണിഞ്ഞ് നിർവികാരതയോടെയുള്ള ആ പെണ്ണ് അവന്റെ കൈക്കുള്ളിൽ തന്നെ നിന്നു. അപ്പോഴും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു.